ഹലോ ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ലേണിനോടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സെമിസ്റ്റർ S3 നമുക്ക് പഠിക്കാനുള്ള ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്നുള്ള സബ്ജക്റ്റാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സിലബസ് ഫസ്റ്റ് മോഡ്യൂളിൻ്റെ സിലബസ് ആണിത്. നമുക്കിതിൽ പഠിക്കാനുള്ളത് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി, പിന്നെ ടൈപ്സ് ഓഫ് ഫ്ലൂയിഡ്സ് പഠിക്കാനുണ്ട്. പിന്നെ നമ്മൾ ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ് എന്നുള്ള ടോപ്പിക്കിൽ ഫ്ലൂയിഡ് പ്രഷർ, പാസ്കൽസ് ലോ, ഹൈഡ്രോസ്റ്റാറ്റിക് ലോ, മെഷർമെന്റ് ഓഫ് ഫ്ലൂയിഡ് പ്രഷർ യൂസിങ് മാനോമീറ്റേഴ്സ്. ഓക്കെ, അതിൽ തന്നെ സിമ്പിൾ മാനോമീറ്റർ, പീസോമീറ്റർ ആൻഡ് യൂട്യൂബ് മാനോമീറ്റർ, പിന്നെ ഡിഫറൻഷ്യൽ മാനോമീറ്റേഴ്സിൽ യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്ററും ഇൻവേർട്ടഡ് യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ, അതിൻ്റെയൊക്കെ പ്രോബ്ലംസ്, പിന്നെ നമ്മൾ മെക്കാനിക്കൽ ഗേജസ്, മെക്കാനിക്കൽ പ്രഷർ മെഷറിംഗ് ഡിവൈസസ് ആയിട്ടുള്ള മെക്കാനിക്കൽ ഗേജസ്, ഇത്രയൊക്കെയാണ് നമ്മൾ ഈ മോഡ്യൂളിൽ പഠിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്താണ്? ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് പറയുമ്പോൾ ഇതൊരു ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ്. ഓക്കെ, ഇതിനകത്ത് മെയിൻലി ഡീൽ ചെയ്യുന്നത് ബിഹേവിയർ ഓഫ് ഫ്ലൂയിഡ്സ് ആണ്. ഓക്കെ, നമ്മൾ ഫ്ലൂയിഡ് ബിഹേവിയർ ആണ് ഇതിൽ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഫ്ലൂയിഡ് ബിഹേവിയർ എന്ന് പറയുമ്പോൾ ഫ്ലൂയിഡ്സ് എന്ന് പറയുമ്പോൾ അതിൽ ആരൊക്കെ വരും? ലിക്വിഡ്സും വരും, ഗ്യാസസും വരും. ഓക്കെ, അപ്പം ലിക്വിഡ്സും ഗ്യാസസും റെസ്റ്റിലായിരിക്കുമ്പോൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, അത് മോഷനിലായിരിക്കുമ്പോൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, ഇതൊക്കെയാണ് നമ്മൾ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ പഠിക്കുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു ബ്രാഞ്ച് ഓഫ് സയൻസിൽ അല്ലെങ്കിൽ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ നമുക്ക് സ്റ്റാറ്റിക് ആസ്പെക്ട് ഓഫ് ഫ്ലൂയിഡ്, അതുപോലെ തന്നെ കൈനമാറ്റിക് ആസ്പെക്ട് ഓഫ് ഫ്ലൂയിഡ്, അതുപോലെ തന്നെ ഡൈനാമിക് ആസ്പെക്ട് ഓഫ് ഫ്ലൂയിഡ്, ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഈ ടേംസ് ഒക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. സ്റ്റാറ്റിക്, കൈനമാറ്റിക്, ഡൈനാമിക്. നമ്മൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ ഇതൊക്കെ പഠിച്ചിട്ടുണ്ട് ഫസ്റ്റ് ഇയറിൽ. ഓക്കെ, അപ്പം ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമ്മൾ ഹൈഡ്രോസ്റ്റാറ്റിക്സ് എന്നും പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ അതൊരു ബ്രാഞ്ച് ഓഫ് ഫ്ലൂയിഡ് മെക്കാനിക്സ് ആണ് അല്ലേ? ഒരു ബ്രാഞ്ച് ഓഫ് ഫ്ലൂയിഡ് മെക്കാനിക്സ് ആണ്. ഈ ബ്രാഞ്ചിൽ മെയിൻലി നമ്മൾ ഡീൽ ചെയ്യുന്നത് ഫ്ലൂയിഡ് അറ്റ് റെസ്റ്റിനെ പറ്റിയിട്ടാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. ഓക്കെ ആണോ? ഇനി അടുത്തത് ഫ്ലൂയിഡ് കൈനമാറ്റിക്സ്. ഓക്കെ, അപ്പം ഇതൊരു സ്റ്റഡി ഓഫ് ഫ്ലൂയിഡ് ഇൻ മോഷൻ, അല്ലെങ്കിൽ ഫ്ലൂയിഡ് കൈനമാറ്റിക്സ് എന്താണെന്ന് നമുക്ക് പറയാം? ദ സ്റ്റഡി ഓഫ് ഫ്ലൂയിഡ്സ് ഇൻ മോഷൻ വെയർ പ്രഷർ ഫോഴ്സസ് ആർ നോട്ട് കൺസിഡർഡ്. ഇവിടെ പ്രഷർ ഫോഴ്സ് കൺസിഡർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ വിത്തൗട്ട് കൺസിഡറിങ് ദ ഫോഴ്സ് ദാറ്റ് കോസിങ് മോഷൻ, അതിന് നമുക്ക് എന്ത് പറയാം? ഫ്ലൂയിഡ് കൈനമാറ്റിക്സ് എന്ന് പറയാം. ഓക്കെ അല്ലേ? ഇനി അടുത്തത്, ഇഫ് ദ പ്രഷർ ഫോഴ്സ് ആർ ഓൾസോ കൺസിഡേർഡ് ഫോർ ദ ഫ്ലൂയിഡ് മോഷൻ, അതായത് നമ്മൾ പ്രഷർ ഫോഴ്സ് കൺസിഡർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ദ ഫോഴ്സ് കോസിങ് മോഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്, ലിക്വിഡിലും ഗ്യാസിലും കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനാണ്, ആ സ്റ്റഡീസിനാണ്, അതായത് ഫോഴ്സ് കോസിങ് മോഷനും നമ്മൾ അലോങ് വിത്ത് അതായത് ഫ്ലൂയിഡ് അറ്റ് റെസ്റ്റ് അല്ലെങ്കിൽ ഫ്ലൂയിഡ് അറ്റ് മോഷൻ അല്ലേ? അപ്പോൾ ഫ്ലൂയിഡ് മോഷനിൽ നമുക്ക് ഏതൊക്കെ ഫോഴ്സ് വരുന്നുണ്ടെന്നുകൊണ്ട് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അത് നമുക്ക് ഫ്ലൂയിഡ് ഡൈനാമിക്സ് എന്ന് പറയാം. അപ്പോൾ അറ്റ് റെസ്റ്റ് ആണെങ്കിൽ ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ്, നമുക്ക് ഫോഴ്സസ് കൺസിഡർ ചെയ്യാതെ ഫ്ലൂയിഡ് ഇൻ മോഷനെ പറ്റിയിട്ട് സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ ഫ്ലൂയിഡ് കൈനമാറ്റിക്സ്, ഫ്ലൂയിഡ് ഡൈനാമിക്സ് എപ്പോഴാണ് വരിക? ഫോഴ്സസ് കോസിങ് മോഷനും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ബ്രാഞ്ച് ഓഫ് സ്റ്റഡിക്കാണ് നമ്മൾ ഫ്ലൂയിഡ് ഡൈനാമിക്സ് എന്ന് പറയാം. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പം നമ്മുടെ സിലബസിൽ ഫസ്റ്റിൽ നമുക്ക് കിടക്കുന്ന ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി ആണ്. ഓക്കെ, അപ്പം നമ്മൾ ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി പറയുന്നതിന് മുമ്പ് കുറച്ച് ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ് പറയാതെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓരോ തവണ ഓരോ കാര്യങ്ങൾ പഠിക്കുമ്പോഴും കുറച്ച് ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ് പറയേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ക്ലാസ് തന്നെ കുറച്ച് ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ് ഡിസ്കസ് ചെയ്തിട്ട്, അതുപോലെ തന്നെ അതിൻ്റെ യൂണിറ്റ്സ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടാണ് നമ്മൾ ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ഫസ്റ്റിലത്തെ ഫ്ലൂയിഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഡെൻസിറ്റി, അല്ലെങ്കിൽ നമുക്കതിനെ മാസ് ഡെൻസിറ്റി എന്ന് പറയും. ഓക്കെ, നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ ഡെൻസിറ്റി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഡെൻസിറ്റി അല്ലെങ്കിൽ മാസ് ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് മാസ് ഓഫ് എ ഫ്ലൂയിഡ് ടു ഇറ്റ്സ് വോളിയം. ഓക്കെ, മാസ് ഓഫ് എ ഫ്ലൂയിഡ് ടു ഇറ്റ്സ് വോളിയം, അതിനെ മാസ് ഡിവൈഡഡ് ബൈ വോളിയം എടുക്കുന്ന റേഷ്യോനാണ് നമ്മൾ എന്ത് പറയാം? നമുക്ക് ഡെൻസിറ്റി അല്ലെങ്കിൽ മാസ് ഡെൻസിറ്റി എന്ന് പറയാം. ഓക്കെ, അപ്പം
നമുക്കതിനെ എന്ത് പറയാം, അല്ലെങ്കിൽ മാസ് പെർ യൂണിറ്റ് വോളിയം ഓഫ് എ ഫ്ലൂയിഡ് ഈസ് കോൾഡ് ഡെൻസിറ്റി എന്ന് വേണമെങ്കിലും പറയാം. അപ്പോൾ ഇതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് റോ എന്നുള്ള റോ എന്നാണ്, RH റോ എന്നാണ് നമ്മൾ ഇതിനെ പറയുന്നത്. ഓക്കെ ആണോ? അപ്പം യൂണിറ്റ് ഓഫ് മാസ് ഡെൻസിറ്റി, അതായത് നമുക്കിനിയും ഈ മാസ് ഡെൻസിറ്റി നമ്മൾ പറഞ്ഞു അല്ലേ, അപ്പോൾ അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് SI വരുമ്പം, ഓക്കെ, SI യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം പെർ ക്യൂബിക് മീറ്റർ ആണ്. നമ്മൾ എന്താ പറയുന്നത്, മാസ് ബൈ വോളിയം, മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം, വോളിയത്തിന്റെ യൂണിറ്റ് ക്യൂബിക് മീറ്റർ അല്ലെ മീറ്റർ ക്യൂബ്. അപ്പൊ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ് ഇതിന്റെ വോളിയം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഡെൻസിറ്റി ഓഫ് എ ലിക്വിഡ് എന്ന് പറയുന്നത് നമുക്ക് എന്തായിരിക്കും, ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ഡെൻസിറ്റി ഓഫ് എ ലിക്വിഡ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസിന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് നമുക്ക് പ്രഷർ വേരിയേഷൻ ഉണ്ടാകുന്നതിനനുസരിച്ചിട്ടും ടെമ്പറേച്ചർ വേരിയേഷൻ ഉണ്ടാകുന്നതിനനുസരിച്ചിട്ടും എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യും. ഓക്കെ ആണോ? അപ്പം നമുക്ക് മാത്തമാറ്റിക്കലി നമുക്ക് ഡെൻസിറ്റി റോനെ എങ്ങനെ എഴുതാം? ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് മാസ് ഓഫ് ഫ്ലൂയിഡ് divided by volume of fluid. ഓക്കെ അല്ലേ? അപ്പം നമുക്ക് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു ഡെൻസിറ്റി എന്ന് പറയുന്നത് വാട്ടറിന്റെ ഡെൻസിറ്റിയാണ്. ഓക്കെ, അപ്പോൾ വാട്ടറിന്റെ ഡെൻസിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പം നമുക്ക് ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്ന് പറയുന്നത് നമുക്ക് 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന് പറയാം. ഓക്കെ, ഇനി ഡെൻസിറ്റി ഓഫ് വാട്ടർ നമ്മൾ ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബിലാണ് റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമുക്ക് 1 ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ് എന്ന് പറയാം. ഇതിനെ ചിലപ്പം 1 ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബിനെ CC എന്ന് റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പം ചിലപ്പം ചില ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ 1 ഗ്രാം പെർ CC എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്താണെന്ന് ആലോചിച്ചോണം, 1 ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ് ആണ്. അപ്പം നമുക്ക് വാട്ടറിന്റെ ഡെൻസിറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഫ്ലൂയിഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് സ്പെസിഫിക് വെയിറ്റ് അല്ലെങ്കിൽ വെയിറ്റ് ഡെൻസിറ്റി ആണ്. ഓക്കെ, അപ്പം സ്പെസിഫിക് വെയിറ്റ് അല്ലെങ്കിൽ വെയിറ്റ് ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് എന്ന് പറയുമ്പം അതെന്താണ്? ഇറ്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ സ്പെസിഫിക് വെയിറ്റ് അല്ലെങ്കിൽ വെയിറ്റ് ഡെൻസിറ്റി നമ്മൾ W എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒമേഗ അല്ലെങ്കിൽ W സ്മോൾ ലെറ്റർ W ഒമേഗ എന്നൊക്കെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ ആണോ? അപ്പം വെയിറ്റ് ഡെൻസിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? It is the ratio between weight of fluid to its volume. Okay, അപ്പം നമുക്ക് weight density നെ എങ്ങനെ എഴുതാം? Weight of fluid divided by volume of fluid എന്ന് എഴുതാം. ഓക്കെ അല്ലേ? അപ്പോൾ വെയിറ്റ്, ഇറ്റ് ഈസ് റേഷ്യോ ഓഫ് വെയിറ്റ് ഓഫ് ഫ്ലൂയിഡ്സ് ടു വോളിയം ഓഫ് ഫ്ലൂയിഡ്. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് വെയിറ്റ് പെർ യൂണിറ്റ് വോളിയം ഓഫ് ഫ്ലൂയിഡ് എന്ന് പറയാം. ഇതിനെ നമുക്ക് വെയിറ്റ് ഡെൻസിറ്റി എന്ന് പറയാം. ഓക്കെ, അപ്പം വെയിറ്റ് ഓഫ് ഫ്ലൂയിഡ് ഡിവൈഡ് ബൈ വോളിയം ഓഫ് ഫ്ലൂയിഡ്. വെയിറ്റ് എന്ന് പറയുമ്പോൾ എന്ത് വരും? വെയിറ്റ് എന്ന് പറയുമ്പം നമുക്ക് മാസ് ഓഫ് ഫ്ലൂയിഡ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് എഴുതാമല്ലോ. മാസ് ഓഫ് ഫ്ലൂയിഡ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. വോളിയം ഓഫ് ഫ്ലൂയിഡ് അതുപോലെ തന്നെ വരും. ഓക്കെ, അപ്പം മാസ് ഓഫ് ഫ്ലൂയിഡ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിവൈഡ് ബൈ വോളിയം ഓഫ് ഫ്ലൂയിഡ്. ഈ മാസ് ഓഫ് ഫ്ലൂയിഡ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ഫ്ലൂയിഡിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതാരാണ്? നമ്മുടെ ഡെൻസിറ്റി അല്ലേ? നമ്മുടെ ഡെൻസിറ്റി റോ അല്ലേ അത്? അപ്പം നമുക്ക് വെയിറ്റ് ഡെൻസിറ്റിനെ റോ G എന്ന് എഴുതാം. ഓക്കെ അല്ലേ? അപ്പം വെയിറ്റ് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു G. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ ഒരാളുടെ ഡെൻസിറ്റി പഠിച്ചു. ആരുടെ ഡെൻസിറ്റി നമ്മൾ പഠിച്ചത്? വാട്ടറിന്റെ ഡെൻസിറ്റി പഠിച്ചു അല്ലേ? ഇനി നമുക്ക് സ്പെസിഫിക് വെയിറ്റ് അല്ലെങ്കിൽ വെയിറ്റ് ഡെൻസിറ്റി ഓഫ് വാട്ടർ. വെയിറ്റ് ഡെൻസിറ്റി ഓഫ് വാട്ടർ എത്ര വരും? വെയിറ്റ് ഡെൻസിറ്റി ഓഫ് വാട്ടർ, റോ ഓഫ് വാട്ടർ എത്ര? 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. G എത്ര? 9.81 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അല്ലേ? 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്, G 9.81 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, അപ്പം കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആരുടെ യൂണിറ്റ്? ഫോഴ്സിന്റെ യൂണിറ്റ് അല്ലേ? ന്യൂട്ടൺ അല്ലേ? അപ്പം നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? 9810 ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ്. ഇതാണ്
എന്ത് നമ്മുടെ വെയിറ്റ് ഡെൻസിറ്റി അല്ലെങ്കിൽ വാട്ടറിന്റെ വെയിറ്റ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ ആണോ? SI യൂണിറ്റിലാണ് നമുക്ക് 9810 ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് എന്ന് കിട്ടുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ഫ്ലൂയിഡ് പ്രോപ്പർട്ടി നമ്മൾ പറയുന്നത് സ്പെസിഫിക് വോളിയം ആണ്. അപ്പം സ്പെസിഫിക് വോളിയം ഓഫ് എ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പെസിഫിക് വോളിയം ഓഫ് എ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തിന്റെ റേഷ്യോ ആണ്? അല്ലെങ്കിൽ അത് ഒന്നുകിൽ നമുക്ക് റേഷ്യോ ഓഫ് വോളിയം ഓഫ് ഫ്ലൂയിഡ് ടു മാസ് ഓഫ് ഫ്ലൂയിഡ് എന്ന് പറയാം. അല്ലെങ്കിൽ സ്പെസിഫിക് വോളിയം ഓഫ് എ ഫ്ലൂയിഡ് ഈസ് ഡിഫൈൻഡ് ആസ് ദ വോളിയം ഓഫ് ഫ്ലൂയിഡ് ഒക്യുപ്പൈഡ് ബൈ യൂണിറ്റ് മാസ്. ഓക്കെ, അപ്പൊ അതൊരു എന്താണ്? യൂണിറ്റ് മാസ് ഉള്ള ഒരു സബ്സ്റ്റൻസ് ഒക്യുപ്പൈ ചെയ്യുന്ന വോളിയത്തിനാണ് നമ്മൾ എന്ത് പറയാം? സ്പെസിഫിക് വോളിയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് വോളിയം പെർ മാസ് ആണ് അല്ലെ? അപ്പൊ അതിനാണ് നമ്മൾ സ്പെസിഫിക് വോളിയം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് മാത്തമാറ്റിക്കലി സ്പെസിഫിക് വോളിയത്തിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? വോളിയം ഓഫ് ഫ്ലൂയിഡ് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ഫ്ലൂയിഡ്, ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യും. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ ഒരു കാര്യം പഠിച്ചിട്ടുണ്ട്. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? മാസ് ഡിവൈഡഡ് ബൈ വോളിയം അല്ലെ? അപ്പൊ അതിന്റെ റെസിപ്രോക്കൽ അല്ലേ കിടക്കുന്നത്. അപ്പൊ നമുക്ക് ഇവനെ ഒന്നുകൂടെ റീഅറേഞ്ച് ചെയ്യുന്നാൽ 1 ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ഫ്ലൂയിഡ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ഫ്ലൂയിഡ് എന്ന് എഴുതാലോ. ഓക്കെ, അപ്പൊ 1 ബൈ മാസ് ഓഫ് ഫ്ലൂയിഡ് ബൈ വോളിയം ഓഫ് ഫ്ലൂയിഡ്. അപ്പൊ ഇതാരാ? 1 ബൈ ഡെൻസിറ്റി അല്ലെ? 1 ബൈ റോ. ഓക്കെ അല്ലേ? അപ്പം സ്പെസിഫിക് വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് റെസിപ്രോക്കൽ ഓഫ് മാസ് ഡെൻസിറ്റി ആണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇതിന്റെ യൂണിറ്റ് എന്ത് വരും? ഡെൻസിറ്റിയുടെ യൂണിറ്റിന്റെ ഇൻവേഴ്സ് ആയിരിക്കും അല്ലെ? അപ്പൊ അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ക്യൂബ് പെർ കിലോഗ്രാം ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ സ്പെസിഫിക് വോളിയം എന്ന് പറയുന്ന പ്രോപ്പർട്ടി മെയിൻലി നമ്മൾ ഗ്യാസിനാണ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ സ്പെസിഫിക് വോളിയം ക്ലിയർ ആയി. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന ഫ്ലൂയിഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് സ്പെസിഫിക് ഗ്രാവിറ്റി ആണ്. ഓക്കെ, അപ്പൊ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അതെന്ന് സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് വെയിറ്റ് ഡെൻസിറ്റി ഓർ ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് ടു വെയിറ്റ് ഡെൻസിറ്റി ഓർ ഡെൻസിറ്റി ഓഫ് സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ്. ഓക്കെ, അപ്പം സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് weight density of liquid divided by weight density of standard fluid എന്നാണ് പറയുന്നത്. ഓക്കെ, weight density of സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ്. ഓക്കെ, അപ്പൊ ഈ സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ് ആരാണ് അല്ലെ? ഒരു സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ് ആരാണെന്ന് നമുക്കറിയണം. അപ്പൊ ലിക്വിഡിന്റെ കേസിൽ, ഓക്കെ, ലിക്വിഡിന്റെ കേസിൽ സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ആരാണ്? വാട്ടർ ആണ്. ഓക്കെ, ഇനി ഗ്യാസിന്റെ കേസിൽ സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ് എന്ന് പറയുന്ന ആരാണ്? എയർ ആണ്. ഓക്കെ, ഇനി നമ്മൾ സ്പെസിഫിക് ഗ്രാവിറ്റിനെ നമുക്ക് റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് വേണമെങ്കിലും പറയാം. റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് വേണമെങ്കിലും പറയാം. ഓക്കെ, അതിന്റെ മറ്റൊരു പേരാണ്. ഓക്കെ, അപ്പൊ ഈ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് രണ്ട് വെയിറ്റ് ഡെൻസിറ്റികളുടെ റേഷ്യോ അല്ലെ? വെയിറ്റ് ഡെൻസിറ്റി ലിക്വിഡിന്റെ കേസിലാണ് വെയിറ്റ് ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ഡിവൈഡ് ബൈ വെയിറ്റ് ഡെൻസിറ്റി ഓഫ് വാട്ടർ. അപ്പം ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നമുക്ക് ഡെൻസിറ്റി ആണ് വരുന്നത് അല്ലെ? അപ്പൊ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഡെൻസിറ്റി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് എന്താന്ന് പറയാം? ഇതൊരു ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ആണെന്ന് പറയാം. ഓക്കെ, ഇതെന്താണ്? ഒരു ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ആണ്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്, സ്പെസിഫിക് ഗ്രാവിറ്റിനെ നമ്മൾ സാധാരണ റെപ്രസെന്റ് ചെയ്യുന്നത് എസ് വെച്ചിട്ടാണ്. നിങ്ങൾ ഈ സ്പെസിഫിക് ഗ്രാവിറ്റി ഇനിയും ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് എന്നുള്ള സബ്ജക്റ്റിലും പഠിക്കും, S5 വരുമ്പോൾ. അവിടെയും നമുക്ക് സോയിലിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി പഠിക്കാനുണ്ട്. അവിടെ G എന്നായിരിക്കും റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ നമ്മളിവിടെ ഫ്ലൂയിഡിൽ സ്പെസിഫിക് ഗ്രാവിറ്റിനെ S എന്നായിരിക്കും റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ലിക്വിഡ്സിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ത് വരും? വെയിറ്റ് ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ഡിവൈഡഡ് ബൈ വെയിറ്റ് ഡെൻസിറ്റി ഓഫ് വാട്ടർ. വെയിറ്റ് ഡെൻസിറ്റി അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തും എഴുതാം? ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്ന് വേണമെങ്കിലും എഴുതാം.
ഓക്കെ, ലിക്വിഡിന്റെ കേസിൽ ഇതാണ് ഇക്വേഷൻ. ഓക്കെ, ഇനി നമുക്ക് ഗ്യാസിന്റെ കേസിൽ എന്താ ഇക്വേഷൻ? ഗ്യാസിന്റെ കേസിൽ എന്താ ഇക്വേഷൻ? weight density of gas, weight density of gas divided by weight density of air. അല്ലെങ്കിൽ എന്ത് പറയാം? density of gas divided by density of air. ഓക്കെ അല്ലേ? ഇക്വേഷൻസ് ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മുടെ സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ ഇക്വേഷൻ എന്താ പറഞ്ഞത്? സ്പെസിഫിക് ഗ്രാവിറ്റി S is equal to weight density of liquid divided by weight density of water എന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ നിന്നിട്ട് നമുക്ക് weight density of liquid കണ്ടുപിടിക്കണമെങ്കിൽ, നമുക്ക് അറിയാത്തൊരു ഫ്ലൂയിഡിന്റെ weight density കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ആ ഫ്ലൂയിഡിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റിനെ weight density of water കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പം നമ്മുടെ സ്പെസിഫിക് ഗ്രാവിറ്റി, നമുക്ക് അറിയാത്ത ഫ്ലൂയിഡിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി S ആണ്. ഓക്കെ, വെയിറ്റ് ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്ന് പറയുമ്പോൾ എന്ത് വരും? റോ ജി അല്ലെ, 1000 × 9.81 അല്ലെ, നമ്മൾ 9810 എന്ന് പറഞ്ഞു അല്ലെ, അത്രയും ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് ആയിരിക്കും എന്ത്? വെയിറ്റ് ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം വെയിറ്റ് ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് S × 9810, S × 9810 ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് ആയിരിക്കും. ഇതുപോലെ തന്നെ നമുക്ക് ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് കണ്ടുപിടിക്കാം. അപ്പൊ ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് എങ്ങനെ കണ്ടുപിടിക്കും? നമ്മുടെ സ്പെസിഫിക് ഗ്രാവിറ്റി ഇക്വേഷൻ നമ്മൾ പറഞ്ഞ എന്താ? ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ്, അതായത് എന്താണ്? വാട്ടർ. അപ്പൊ ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് എന്ന് പറഞ്ഞാൽ എന്താ? സ്പെസിഫിക് ഗ്രാവിറ്റി ഇൻറ്റു ഡെൻസിറ്റി ഓഫ് വാട്ടർ അല്ലെ, ഡെൻസിറ്റി ഓഫ് വാട്ടർ. അപ്പൊ സ്പെസിഫിക് ഗ്രാവിറ്റി S ആണ്, ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്താണ്? 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. ഓക്കെ ആണോ? ഇപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു ഫ്ലൂയിഡിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി അറിയാമെങ്കിൽ, ഓക്കെ, അപ്പൊ നമുക്ക് ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഫ്ലൂയിഡിനെ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ഡെൻസിറ്റി ഓഫ് വാട്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നമുക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മെർക്കുറി എന്ന് പറയുന്നത്, ഓക്കെ, സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മെർക്കുറി എന്ന് പറയുന്നത് 13.6 ആണ്. ഓക്കെ, അപ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മെർക്കുറി 13.6 ആണെങ്കിൽ നമുക്ക് ഡെൻസിറ്റി ഓഫ് മെർക്കുറി എന്തായിരിക്കും? ഡെൻസിറ്റി ഓഫ് മെർക്കുറി എന്ന് പറയുന്നത് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മെർക്കുറി, അതായത് 13.6 × 1000 ആയിരിക്കും. എത്ര വരും? 13600 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന് വരും ഡെൻസിറ്റി ഓഫ് മെർക്കുറി എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഡെൻസിറ്റി ഓഫ് മെർക്കുറിയും കൂടെ അറിഞ്ഞിരിക്കണം. ചില പ്രോബ്ലത്തിലൊക്കെ നമുക്ക് ആവശ്യമായിട്ട് വരും. അതുപോലെ തന്നെ നമ്മൾ മാനോമീറ്റർ പഠിക്കുന്നുണ്ട്. അപ്പൊ അവിടെയും നമുക്ക് മാനോമീറ്റർ ഫ്ലൂയിഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത് മെർക്കുറി ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഡെൻസിറ്റി ഓഫ് മെർക്കുറി, സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മെർക്കുറി, ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ ഓക്കെ ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്ന പ്രോപ്പർട്ടി എന്ന് പറയുന്നത് വിസ്കോസിറ്റി ആണ്. ഓക്കെ, അപ്പം വിസ്കോസിറ്റി നമ്മൾ പഠിക്കുമ്പം ഹണി ഫ്ലോ ചെയ്യുന്നതും വാട്ടർ ഫ്ലോ ചെയ്യുന്നതൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ? അപ്പോൾ വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ഫ്ലൂയിഡ് പ്രോപ്പർട്ടി അല്ലേ? അപ്പം വിസ്കോസിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് ദ പ്രോപ്പർട്ടി ഓഫ് ഫ്ലൂയിഡ് വിച്ച് ഓഫേഴ്സ് റെസിസ്റ്റൻസ് ടു ദ മൂവ്മെന്റ് ഓഫ് വൺ ലെയർ ഓഫ് ഫ്ലൂയിഡ് ഓവർ അഡ്ജസൻറ്റ് ലെയർ ഓഫ് ഫ്ലൂയിഡ്. അപ്പം നമുക്ക് ഒരു ഫ്ലൂയിഡ് ഫ്ലോ അസെൻഡ്, നമുക്കിപ്പോൾ ഒരു ഫ്ലൂയിഡ് ഉണ്ട്, അത് ഇതിപ്പോൾ ഒരു സർഫസ് ആണ്, അതിൽ നമുക്കൊരു ഫ്ലൂയിഡ് ഫ്ലോ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഫ്ലൂയിഡ് ഫ്ലോയിൽ ഞാൻ വെലോസിറ്റി, അതായത് വെലോസിറ്റി ഓഫ് ഫ്ലോ ഇങ്ങോട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ രണ്ട് വെലോസിറ്റി, ഒരു ലെയറിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് u ആണ്, അടുത്ത ലെയറിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് u + du ആണ്. ഓക്കെ അല്ലേ? ഇനി ഡെപ്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മൾ ഈ ആക്സിസിലാണ്, y എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. അപ്പം ഈ രണ്ട് ലെയറുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് dy ആണ്. ഓക്കെ അല്ലേ? അപ്പം നമുക്ക് രണ്ട് ലെയേഴ്സ് ഓഫ് ഫ്ലൂയിഡ് ഉണ്ടെന്ന് പറഞ്ഞു, ആ രണ്ടും dy ഡിസ്റ്റൻസ് എപ്പാർട്ട് ആണെന്ന് പറഞ്ഞു. ഇത് 1/another അല്ലെ? ഈ ലെയർ ഓഫ് ഫ്ലൂയിഡ് താഴത്തെ ലെയർ ഓഫ് ഫ്ലൂയിഡിന്റെ മേളിൽ കൂടാണ് ഒഴുകുന്നത്. ഓക്കെ, അവരുടെ വെലോസിറ്റി എന്ന് പറയുന്നത് u + du എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് ഒരു റിലേറ്റീവ് വെലോസിറ്റി ഉണ്ട് അല്ലേ? ഒരു ലെയർ ഓഫ് ഫ്ലൂയിഡ് യുവിലാണ്, അടുത്ത വെലോസിറ്റി u + du ആണ്. അപ്പം ഈ റിലേറ്റീവ് വെലോസിറ്റിയും
വിസ്കോസിറ്റിയും ഒരുമിച്ച് ആക്ട് ചെയ്യും അല്ലേ? ഈ ഫ്ലൂയിഡിന് ഒരു വിസ്കോസിറ്റി റെസിസ്റ്റൻസ് ഓഫ് ഫ്ലോ ഉണ്ട്, അതുപോലെ തന്നെ റിലേറ്റീവ് വെലോസിറ്റി ഇവിടെ വരും. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു കണ്ടീഷൻ വരുമ്പം അവിടെ എന്തുണ്ടാകാം? ഷിയർ സ്ട്രെസ് ഉണ്ടാവാം. ഓക്കെ, ഷിയർ സ്ട്രെസ് ഉണ്ടാവാം. ഓക്കെ, ഷിയർ സ്ട്രെസ് നമുക്ക് രണ്ട് ഫ്ലൂയിഡ് ലെയേഴ്സിനിടയ്ക്ക് വരാം. ഷിയർ സ്ട്രെസ്സിനെ നമ്മൾ ടോ എന്ന ലെറ്റർ കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ടോപ്പ് ലെയർ എന്ത് ചെയ്യും? ഒരു ഷിയർ സ്ട്രെസ് ലോവർ ലെയറിൽ ഓക്കെ ഉണ്ടാകും. അതായത് രണ്ട് ലെയർ തമ്മിൽ ഒരു ഷിയർ സ്ട്രെസ് ഉണ്ടാകും. ഓക്കെ ആണോ? ഇനി ഈ ലോവർ ലെയർ അടുത്ത ലെയറിൽ ഒരു ഷിയർ സ്ട്രെസ് ഉണ്ടാക്കും. അങ്ങനെ എന്താണ്? ഒരു അഡ്ജസന്റ് ലെയറുകൾ തമ്മിൽ ഒരു ഷിയർ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യും. അപ്പൊ ഈ ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് എന്തിന് പ്രപ്പോർഷണൽ ആണ് എന്നറിയോ? ഈ ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്രപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ഡെപ്ത് അല്ലെങ്കിൽ y. അതായത് മാത്തമാറ്റിക്കലി പറയുകയാണെങ്കിൽ ഷിയർ സ്ട്രെസ് ഈസ് പ്രപ്പോർഷണൽ ടു du by dy എന്ന് പറയാം. ഓക്കെ, ഷിയർ സ്ട്രെസ് എന്തിന് പ്രപ്പോർഷണൽ ആണ്? du by dy ക്ക് പ്രപ്പോർഷണൽ ആണ്. അപ്പൊ നമുക്ക് മാത്തമാറ്റിക്കലി ഇവനെ നമുക്ക് പ്രപ്പോർഷണൽ ആണെന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ആക്കണേ എന്ത് ചെയ്യണം? ടോ ഇസ് ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ് ഞാൻ കൊടുക്കുവാണ്, മ്യൂ എന്നാണ് ആ കോൺസ്റ്റന്റ് പേര്, മ്യൂ ഇൻറ്റു du ഡിവൈഡഡ് ബൈ dy. ഓക്കെ, ഇതില് ഈ മ്യൂ എന്ന് പറയുന്ന ഈ ലെറ്ററിനാണ് നമ്മൾ എന്ത് പറയാ? കോഎഫിഷ്യന്റ് ഓഫ് ഡൈനാമിക് വിസ്കോസിറ്റി എന്ന് പറയുക. കോഎഫിഷ്യന്റ് ഓഫ് ഡൈനാമിക് വിസ്കോസിറ്റി. ഓക്കെ ആണോ? അല്ലെങ്കിൽ അതിനെ നമുക്ക് വിസ്കോസിറ്റി എന്ന് വേണമെങ്കിലും പറയാം. ഓക്കെ ആണോ? ഇനി ഈ du by dy എന്താണ്? ഓക്കെ, അപ്പൊ നമുക്ക് du ഡിവൈഡഡ് ബൈ dy ഉണ്ട് അല്ലേ? ടോ ഇസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു du ബൈ dy എന്ന് പറഞ്ഞല്ലേ? അപ്പൊ ഇതില് du ബൈ dy എന്ന് പറയുന്നത് എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. എന്തിനാണ്? റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ. ഓക്കെ ആണോ? അല്ലെങ്കിൽ അതിനെ റേറ്റ് ഓഫ് ഷിയർ ഡിഫോർമേഷൻ എന്ന് വേണമെങ്കിലും പറയാം. റേറ്റ് ഓഫ് ഷിയർ ഡിഫോർമേഷൻ. ഓക്കെ, അല്ലെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? വെലോസിറ്റി ഗ്രേഡിയന്റ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി മ്യൂവിന് ഒരു ഇക്വേഷൻ ഉണ്ടാക്കുവാണെങ്കിൽ എങ്ങനെയായിരിക്കും മ്യൂവിന്റെ ഇക്വേഷൻ? കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി അല്ലെങ്കിൽ വിസ്കോസിറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ടോ ഡിവൈഡഡ് ബൈ du by dy, അതായത് റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ. അപ്പൊ ടോ ഡിവൈഡഡ് ബൈ du by dy ആണ് നമുക്ക് എന്ത് തരിക? വിസ്കോസിറ്റി തരിക. ഓക്കെ ആണോ? അപ്പൊ നമുക്ക് വിസ്കോസിറ്റിക്ക് വേറൊരു ഡെഫിനിഷനും പറയാം. എന്താണ്? വിസ്കോസിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് shear stress to rate of shear strain. അല്ലെങ്കിൽ എന്ത് പറയാം? It is also defined as shear stress required to produce unit rate of shear strain. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മൾ വിസ്കോസിറ്റിയുടെ ഇക്വേഷൻ ഒക്കെ പറഞ്ഞു. ഇനി വിസ്കോസിറ്റിയുടെ യൂണിറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പം നമുക്ക് യൂണിറ്റ് ഓഫ് വിസ്കോസിറ്റി എങ്ങനെ കിട്ടും? നമുക്ക് അതിൽ വരുന്ന ക്വാണ്ടിറ്റീസിന്റെ, ആ ഇക്വേഷനിൽ വരുന്ന ക്വാണ്ടിറ്റീസിന്റെ ഡയമെൻഷൻസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? മ്യൂ ഇസ് ഈക്വൽ ടു ടോ ഡിവൈഡഡ് ബൈ du ബൈ dy. ഇതല്ലേ നമ്മുടെ ഇക്വേഷൻ. അപ്പൊ ടോ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ഷിയർ സ്ട്രെസ് ആണ് അല്ലെ? അപ്പം ടോ എന്ന് പറഞ്ഞാൽ ഷിയർ സ്ട്രെസ് ആണ് അല്ലെ? ഷിയർ സ്ട്രെസ് ഡിവൈഡഡ് ബൈ du ബൈ dy അല്ലെ? du എന്ന് പറഞ്ഞാൽ എന്താ? ചേഞ്ച് ഓഫ് വെലോസിറ്റി. ഇപ്പൊ ഞാൻ അതിനെ ഡെൽറ്റ വി എന്ന് എഴുതുവാണേ. dy എന്ന് പറയുന്നത് എന്താ? ഒരു ഡിസ്റ്റൻസിന്റെ ചേഞ്ച് ആണ്. ഓക്കെ, അപ്പൊ ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനെ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ എന്ന് എഴുതാമല്ലോ. ഷിയർ ഫോഴ്സ് ബൈ ഏരിയ ആണ്. എന്താണ്? അതിനെ ഫോഴ്സ് ബൈ ഏരിയ എന്ന് എഴുതാം. ഇനി ഡെൽറ്റ വി അല്ലെങ്കിൽ ചേഞ്ച് ഇൻ വെലോസിറ്റിനെ നമുക്ക് എങ്ങനെ എഴുതാം? ലെങ്ത് ഡിവൈഡഡ് ബൈ ടൈം എന്ന് എഴുതാമല്ലോ. ഇനി ഡെൽറ്റ വൈനെ നമുക്ക് എങ്ങനെ എഴുതാം? അത് ലെങ്ത് ആണ് അല്ലെ? ചേഞ്ച് ഇൻ എന്താണ്? ഒരു ഡിസ്റ്റൻസിന് ഉണ്ടാകുന്ന ചേഞ്ച്. അതിനെ നമുക്ക് 1 ബൈ ലെങ്ത് എന്ന് വേണമെങ്കിൽ എഴുതാം.
ഓക്കെ അല്ലേ? അപ്പം നമുക്ക് ഫോഴ്സ് ബൈ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്തിന്റെ സ്ക്വയർ അല്ലേ? അപ്പം ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഒരു ലെങ്ത് സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇവിടെ L/T ഉണ്ട്, ഇവിടെ 1/L ഉണ്ട്. അപ്പം നമുക്ക് ഈ എല്ലിനെയും ക്യാൻസൽ ആക്കി കഴിഞ്ഞാൽ ഇവിടെ എന്ത് കിട്ടും? നമുക്കൊരു 1/ടൈം കിട്ടും അല്ലേ? അപ്പം ഫോഴ്സ് ബൈ L² ഇൻറ്റു 1/ടൈം, 1 ഇവിടെ വരും, ടൈം ഇവിടെ വരും. ഓക്കെ, അപ്പം നമുക്ക് ഫോഴ്സ് ഇൻറ്റു ടൈം ഡിവൈഡഡ് ബൈ ലെങ്ത് സ്ക്വയർ, ഇതായിരിക്കും ഇവൻ്റെ എന്ത് പറയുന്നത് യൂണിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഓരോരോ സിസ്റ്റം ഓഫ് മെഷർമെൻറ്റ്സ് ഉണ്ട് അല്ലേ? പിന്നെ നമുക്ക് MKS സിസ്റ്റം ഓഫ് മെഷർമെൻറ്റ്സ് ആണെങ്കിൽ MKS സിസ്റ്റത്തിൽ നമ്മൾ ഫോഴ്സിനെ കിലോഗ്രാം ഫോഴ്സ് എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക അല്ലേ? കിലോഗ്രാം ഫോഴ്സ് എന്നാണ് ഫോഴ്സിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. ടൈമിന് എന്താണ്? സെക്കൻഡ്സ് ആണ്. ഓക്കെ, ഇനി ലെങ്ത് സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്ത് വരും? നമുക്ക് MK സിസ്റ്റം ആണ്, അതുകൊണ്ട് മീറ്റർ ആണ്, മീറ്റർ സ്ക്വയർ. അപ്പം നമ്മുടെ യൂണിറ്റ് എന്ത് വരും? കിലോഗ്രാം ഫോഴ്സ് ഇൻറ്റു സെക്കൻഡ് ഡിവൈഡഡ് ബൈ മീറ്റർ സ്ക്വയർ എന്ന് വരും നമ്മുടെ എന്ത് വിസ്കോസിറ്റിയുടെ യൂണിറ്റ് MKSൽ വരുമ്പോൾ. ഓക്കെ അല്ലേ? അത് ഓർത്തിരിക്കണം. ഇനി അടുത്തത് നമുക്ക് CGS സിസ്റ്റം ആണെങ്കിൽ, ഓക്കെ, CGS സിസ്റ്റം ആണെങ്കിൽ നമ്മുടെ ഫോഴ്സിന്റെ യൂണിറ്റ് എന്താണ്? ഡൈൻ ആണ് ഫോഴ്സിന്റെ യൂണിറ്റ്, DYNE, ഡൈൻ ആണ്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ടൈം എങ്ങനെ തന്നെയാണ്? CGSലും സെക്കൻഡിൽ തന്നെയാണ്. ഇനി മീറ്റർ സ്ക്വയറിന് പകരം എന്ത് വരും? നമുക്ക് ലെങ്തിന്റെ യൂണിറ്റ് സെന്റിമീറ്ററിലാണ്. അപ്പം നമുക്ക് സെന്റിമീറ്റർ സ്ക്വയർ. അപ്പം CGS യൂണിറ്റ് ഓഫ് വിസ്കോസിറ്റി എന്താ? ഡൈൻ സെക്കൻഡ് പെർ സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് നമ്മുടെ SI സിസ്റ്റം. SI സിസ്റ്റത്തിൽ നമ്മൾ ഫോഴ്സിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുക? ന്യൂട്ടൺ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക അല്ലേ? ന്യൂട്ടൺ ആണ്. ലെങ്ത് എന്തായിരിക്കും? മീറ്റർ അല്ലേ? അപ്പോൾ ലെങ്ത് മീറ്റർ സ്ക്വയർ, ടൈം എന്താണ്? സെക്കൻഡ് ആണ്. അപ്പോൾ SI യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ 3 യൂണിറ്റ്സ് ഓർത്തിരിക്കുക. കിലോഗ്രാം ഫോഴ്സ് സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ, ഡൈൻ സെക്കൻഡ് പെർ സെന്റിമീറ്റർ സ്ക്വയർ, അല്ലെങ്കിൽ ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ. ഓക്കെ ഓക്കെ, അപ്പം നമ്മുടെ SI യൂണിറ്റ് ഓഫ് വിസ്കോസിറ്റി നമ്മൾ എന്താണ് പറഞ്ഞത്? SI യൂണിറ്റ് ഓഫ് വിസ്കോസിറ്റി നമ്മൾ പറഞ്ഞത് ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ അല്ലേ? അപ്പോൾ ഈ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ഇതിനെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത് പാസ്കൽ ആണ്. ഓക്കെ, നമ്മുടെ പ്രഷറിന്റെ യൂണിറ്റ് ആയിട്ടുള്ള പാസ്കൽ ആണ്. ഓക്കെ, അപ്പോൾ അതിനെ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്താണ്? നമുക്കിവിടെ പാസ്കൽ ആണെന്നറിയാം അല്ലേ? അപ്പം പാസ്കൽ സെക്കൻഡ്സ് നമുക്ക് ഇവനെ എഴുതാം. പാസ്കൽ സെക്കൻഡ്സ് എന്ന് വേണമെങ്കിലും നമുക്ക് SI യൂണിറ്റ് ഓഫ് വിസ്കോസിറ്റിനെ എഴുതാൻ സാധിക്കും. ഓക്കെ ആണോ? അപ്പം നമുക്ക് SI യൂണിറ്റ് ഓഫ് വിസ്കോസിറ്റി ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ ആണ്. അതിനെ നമുക്ക് പാസ്കൽ എന്ന് എഴുതാം. ഓക്കെ, ഇനി നമ്മുടെ MKS യൂണിറ്റിൽ എന്താണ് നമുക്ക് പറയുന്നത്? കിലോഗ്രാം ഫോഴ്സ് സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ അല്ലേ? അപ്പോൾ ഒരു കിലോഗ്രാം ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു 1 കിലോഗ്രാം ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 9.81 ന്യൂട്ടൺ ആണ് അല്ലേ? 1 കിലോഗ്രാം ഫോഴ്സ് എന്ന് പറഞ്ഞാൽ 9.81 ന്യൂട്ടൺ ആണ്. അപ്പം 9.81 ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ നമുക്ക് എഴുതാമല്ലോ. ഓക്കെ, അപ്പം ഒരു ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ എത്ര ഡൈൻ ആണ്? 10⁵ ഡൈൻ അല്ലേ? അപ്പം നമുക്ക് 9.81 ഇൻറ്റു 10⁵ ഡൈൻ സെക്കൻഡ് അത്ര എഴുതാം. ഒരു മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര സെന്റിമീറ്റർ സ്ക്വയർ ആണ്? 10⁴ സെന്റിമീറ്റർ സ്ക്വയർ. അപ്പൊ ഡൈൻ സെക്കൻഡ് പെർ സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, അപ്പൊ ഡൈൻ സെക്കൻഡ് പെർ സെന്റിമീറ്റർ സ്ക്വയർ എന്ന് പറയുന്ന CGS യൂണിറ്റിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? പോയിസ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിന് എന്താ പറയുന്നത്? ഡൈൻ സെക്കൻഡ് പെർ സെന്റിമീറ്റർ സ്ക്വയർ. ഇത് നമ്മൾ പറയുന്ന പേരാണ് പോയിസ്. ഓക്കെ, നമ്മുടെ വിസ്കോസിറ്റിയുടെ CGS യൂണിറ്റിന് പറയുന്ന പേരാണ് എന്ത്? പോയിസ്. POIS, പോയിസ്. മറക്കല്ലേ? ഓക്കെ, അപ്പം നമുക്ക് 9.81 ഇൻറ്റു 10⁵ ഡിവൈഡ് ബൈ 10⁴ അല്ലേ? അപ്പോൾ ഇവിടെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ മേളിൽ എത്ര? ഒരു 10 മാത്രമേ വരത്തുള്ളൂ. അപ്പം നമുക്ക് അതിനെ 98.1 പോയിസ് എന്ന് എഴുതാം. ഓക്കെ അല്ലേ? അപ്പോൾ കിലോഗ്രാം ഫോഴ്സ് സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 98.1. 1 കിലോഗ്രാം ഫോഴ്സ് സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത് 98.1 പോയിസ് ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പം നമുക്കിനി 1 ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ എന്ത് വരും? 1 ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത്
ഓക്കെ 1 ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത് എത്ര വരും? നമുക്കിവിടെ 98.1 പോയിസ് ഉണ്ട് അല്ലേ? അപ്പം 98.1 പോയിസ് ഡിവൈഡഡ് ബൈ 1 ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ ആണ് നമ്മളോട് ചോദിച്ചേക്കുന്നത് അല്ലേ? അപ്പം 98.1 ഡിവൈഡ് ബൈ 9.81 എടുത്താൽ പോരെ? 9.81. അപ്പം 98.1 ഡിവൈഡ് ബൈ 9.81 എത്ര വരും? 10 പോയിസ് എന്ന് വരും അല്ലേ? 10 പോയിസ് എന്ന് കിട്ടി. അതായത് 1 ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ നമുക്ക് എന്ത് കിട്ടി? 10 പോയിസ് എന്ന് കിട്ടി. ഓക്കെ അല്ലേ? ഇതിൽ നിന്നിട്ട് 1 പോയിസ് എന്ന് പറഞ്ഞാൽ എത്ര വരും? 1 പോയിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ 1 പോയിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 1/10 ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ. 1/10 ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ. അപ്പോൾ ഈ റിലേഷൻ ഓർത്തിരിക്കണം. 1 പോയിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/10 ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ. ഓക്കെ അല്ലേ? അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് റിലേഷൻ ആണ്. അപ്പം നമ്മൾ ഡൈനാമിക് വിസ്കോസിറ്റിയുടെ കാര്യം പഠിച്ചു. ഓക്കെ, നമ്മളിനി അടുത്ത് പഠിക്കുന്ന പ്രോപ്പർട്ടിയുടെ പേരാണ് കൈനമാറ്റിക് വിസ്കോസിറ്റി. നമ്മൾ ഇത്ര പഠിച്ചത് എന്താ? ഡൈനാമിക് വിസ്കോസിറ്റി. ഇനി നമ്മൾ പഠിക്കുന്ന പ്രോപ്പർട്ടിയുടെ പേരാണ് കൈനമാറ്റിക് വിസ്കോസിറ്റി. അപ്പോൾ കൈനമാറ്റിക് വിസ്കോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ബിറ്റ്വീൻ ഡൈനാമിക് വിസ്കോസിറ്റി ആൻഡ് ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ്. ഓക്കെ, നമ്മൾ പഠിച്ച ഡൈനാമിക് വിസ്കോസിറ്റി divided by density of fluid. നമുക്ക് ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് തന്നെ നിങ്ങൾ നോട്ട് എഴുതുമ്പോൾ എഴുതണം കേട്ടോ. ഡൈനാമിക് വിസ്കോസിറ്റി ഡിവൈഡ് ബൈ ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡിനാണ് നമ്മൾ എന്ത് പറയാ? കൈനമാറ്റിക് വിസ്കോസിറ്റി എന്ന് പറയും. ഈ കൈനമാറ്റിക് വിസ്കോസിറ്റിനെ നമ്മളൊരു ഗ്രീക്ക് സിമ്പിൾ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ആ ഗ്രീക്ക് സിമ്പിൾ എന്ന് പറയുന്നത് ന്യൂ ആണ്. NU. മറ്റേത് മ്യൂ, ഇത് ന്യൂ. NU എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ മാത്തമാറ്റിക്കലി നമുക്ക് എന്ത് എഴുതാം? ന്യൂ ഈസ് ഈക്വൽ ടു നമ്മൾ പഠിച്ച ഡൈനാമിക് വിസ്കോസിറ്റി, അതായത് മ്യൂ ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് റോ. അപ്പം ന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂ ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് ആണ്. ഓക്കെ അല്ലേ? അപ്പം ഇതാണ് എന്ത്? കൈനമാറ്റിക് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് കൈനമാറ്റിക് വിസ്കോസിറ്റിയുടെ യൂണിറ്റ് നോക്കാം. ഓക്കെ, കൈനമാറ്റിക് വിസ്കോസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുമ്പം നമുക്ക് എന്തിൻ്റെ യൂണിറ്റ് ആദ്യം വേണം? മ്യൂവിൻ്റെ യൂണിറ്റ് വേണം. മ്യൂ എന്ന് പറയുന്നത് എന്തായിരുന്നു? ടോ ഡിവൈഡഡ് ബൈ du/dy അല്ലേ? അല്ലെങ്കിൽ നമ്മൾ ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ നോക്കാം, അവൻ്റെ യൂണിറ്റ് പഠിച്ചു. ഓക്കെ, അപ്പം നമുക്ക് ആ യൂണിറ്റ് തന്നെ കൊടുക്കാം, ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ. ഇനി ഡെൻസിറ്റിയുടെ യൂണിറ്റ് എന്താ? കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു മീറ്റർ സ്ക്വയർ ഉണ്ട്, ഇവിടെ മീറ്റർ ക്യൂബ് ഉണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഇവനെ എങ്ങനെ എഴുതാം? ന്യൂട്ടൺ സെക്കൻഡ് മീറ്റർ പെർ കിലോഗ്രാം എന്ന് എഴുതാം അല്ലേ? അപ്പം ഒരു ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ എന്താ? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അല്ലേ? മാസ് ഇൻറ്റു ആക്സിലറേഷൻ, അതായത് മാസ് കിലോഗ്രാം, ആക്സിലറേഷൻ എന്താ? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അത് വരും, ന്യൂട്ടൺ വന്നു. പിന്നെ സെക്കൻഡ് മീറ്റർ, നമ്മൾ സെക്കൻഡിന് മീറ്റർ ആയിട്ട് കൊടുക്കുകയാണ്, ഡിവൈഡഡ് ബൈ കിലോഗ്രാം കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്തൊക്കെ ക്യാൻസൽ ആകും? കിലോഗ്രാമും ക്യാൻസൽ ആയി പോകും അല്ലേ? ഇവിടെ ഒരു സെക്കൻഡും ക്യാൻസൽ ആവും. പിന്നെ നമുക്ക് എന്താ വരുന്നത്? മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് അല്ലേ? മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. ഇതാണ് എന്ത്? എൻ്റെ ന്യൂവിൻ്റെ യൂണിറ്റ് അല്ലെങ്കിൽ കൈനമാറ്റിക് വിസ്കോസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? നമ്മൾ കൈനമാറ്റിക് വിസ്കോസിറ്റിയുടെ യൂണിറ്റ് നമ്മൾ എന്താ പറഞ്ഞത്? മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് എന്നാണ് പറഞ്ഞല്ലേ? ഇനി CGS യൂണിറ്റിലാണെങ്കിൽ സെന്റിമീറ്റർ അല്ലേ മീറ്ററിന് പകരം വരേണ്ടത്? അപ്പോൾ അത് യൂണിറ്റ് എന്താകും? സെന്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് എന്നാകും. ഓക്കെ ആണോ? ഈ CGS യൂണിറ്റ് ഓഫ് കൈനമാറ്റിക് വിസ്കോസിറ്റിക്ക് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? സ്റ്റോക്ക്. ഓക്കെ ആണോ? സ്റ്റോക്ക് എന്ന് പറയും. CGS യൂണിറ്റ് നമ്മൾ പറയുന്ന പേരാണ് സ്റ്റോക്ക്. അപ്പം വൺ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 സെന്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. അപ്പോൾ ഇതിനെ മീറ്റർ സ്ക്വയർ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻² അല്ലേ? 10⁻² the whole square സെന്റിമീറ്റർ സ്ക്വയർ മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് നമുക്ക് എഴുതാമല്ലോ. മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് 10⁻² the whole square മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. അപ്പോൾ അത് എത്ര വരും? 10⁻⁴ മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് എന്ന് വരും. ഓക്കെ ആണോ? ഇനി ഇതാണ് ഒരു സ്റ്റോക്ക് അല്ലേ? ഇനി നമുക്ക് ചിലപ്പോഴൊക്കെ പ്രോബ്ലത്തിൽ സെന്റി സ്റ്റോക്ക് എന്ന് പറയും. ഓക്കെ, സെന്റി സ്റ്റോക്ക്. സെന്റി എന്ന് പറഞ്ഞാൽ എന്താ? 10⁻². അപ്പം 1/100 അല്ലെങ്കിൽ 10⁻²
സ്റ്റോക്കിനാണ് സെന്റി സ്റ്റോക്ക് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളോട് ഓർത്തിരിക്കണം. ഇതിന്റെ CGS യൂണിറ്റ് സ്റ്റോക്ക് ആണ്. ഓക്കെ, ഒരു സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 cm²/s. അതിൽ 1 സ്റ്റോക്ക് എന്ന് പറഞ്ഞെങ്കിൽ 10⁻⁻⁴ m²/s. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് PSC ലെവൽ എക്സാംസിനൊക്കെ പോകുമ്പോഴത്തേനും നിങ്ങളുടെ കോഴ്സ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് കോംപ്രഹെൻസീവ് എക്സാം ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ടെക്നിക്കൽ എക്സാം ഒക്കെ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ അവർ മിക്കവാറും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഡൈനാമിക് വിസ്കോസിറ്റിയുടെയും കൈനമാറ്റിക് വിസ്കോസിറ്റിയുടെയും ഉണ്ട്. അപ്പം ഡൈനാമിക് വിസ്കോസിറ്റി നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ എളുപ്പത്തിന് ഞാൻ പറയാണ്. ഡൈനാമിക് വിസ്കോസിറ്റിയുടെ യൂണിറ്റ് ആണ് നമ്മൾ പഠിച്ചത് പോയിസ് അല്ലേ? നമ്മൾ ഡിസ്പ്ലേ പിക്ചർ DP എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെ കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക. DP ഡൈനാമിക് വിസ്കോസിറ്റിയുടെ CGS യൂണിറ്റ് പോയിസ് ആണ്. ഇനി കൈനമാറ്റിക് വിസ്കോസിറ്റി കൈനമാറ്റിക് വിസ്കോസിറ്റിയുടെ യൂണിറ്റ് എന്താണ്? സ്റ്റോക്ക് ആണ്. KS ചിത്ര ഇനീഷ്യൽ ഓർത്താലും മതി. ഓക്കെ, അപ്പൊ അങ്ങനെ DPKS അങ്ങനെ ഓർത്തിരുന്നു കഴിഞ്ഞാൽ ഡൈനാമിക് വിസ്കോസിറ്റി പോയിസ് ആണെന്നും കൈനമാറ്റിക് വിസ്കോസിറ്റി സ്റ്റോക്ക് ആണെന്നും നമുക്ക് കിട്ടും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി തൊട്ടിട്ട് പഠിക്കാം. അപ്പൊ എല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.